രാമേശ്വരത്ത് ഒരു ബോട്ട് യാത്ര. അപ്പോൾ നമ്മുടെ അന്നത്തെ പ്ലാൻ അതാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ രാമേശ്വരം അമ്പലത്തിന് മുന്നിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് രാമേശ്വരം ടെമ്പിൾ, ശിവക്ഷേത്രമാണ്. ഇതാണ് രാമേശ്വരം അമ്പലം. മറ്റേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അത്ര വലിയ ഗോപുരമല്ല, മധുര മീനാക്ഷിയുടെയും വലിയ ഗോപുരമാണ്. ചെറിയ ഗോപുരമാണ്, പക്ഷെ ഇത് എല്ലായിടത്തു നിന്നും ഇതിന് സൈറ്റ് ഉണ്ട്. നമുക്ക് കടലിൻ്റെ അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ ഇതിന് സൈറ്റ് ഉണ്ട്. നമ്മൾ താമസിച്ച ഹോട്ടലിൽ നിന്നപ്പോഴും ഇതിന് സൈറ്റ്സ് നല്ല സൈറ്റ് ഉണ്ടായിരുന്നു, നല്ല വ്യൂ ഉണ്ടായിരുന്നു. ഇതും അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് വെസ്റ്റ് ടവർ എൻട്രൻസ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. വെസ്റ്റ് ടവർ എൻട്രൻസ് അടിപൊളി. എല്ലാവിധ സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ കടത്തി വിടുന്ന അമ്പലത്തിനുള്ളിൽ. ഇതിന്റെ സൈഡിലൊക്കെ ഒരുപാട് കടകൾ ഇങ്ങനെ ഇപ്പൊ ഒക്കെ ക്ലോസ്ഡ് ആണ്. മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നതൊക്കെ വൈകുന്നേരങ്ങളിലായിരിക്കും ആക്റ്റീവ് ആവുക. കോവിൽ ടെമ്പിൾ ഇങ്ങോട്ട് എല്ലായിടത്തും പോലീസ് ബാരിക്കേഡ് വെച്ചിട്ട് പല സമയത്ത് പല രീതിയിലാണ് ഇവർ ട്രാഫിക് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലത്ത് വന്നപ്പോൾ നമുക്ക് ഈ വഴിക്ക് കടക്കാനേ പറ്റിയില്ല. ഇപ്പോൾ നമുക്ക് ഈ വഴിക്ക് കടക്കാൻ പറ്റി. ഇപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ വഴി ഇത് എവിടേക്കാണ് പോകുക എന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ അമ്പലത്തിൻ്റെ അപ്പുറത്തെ ഭാഗം കടലാണ്. ആ കടലിൻ്റെ അടുത്തേക്ക് ആയിരിക്കും ഈ വഴി മിക്കവാറും പോകുന്നുണ്ടാവുക. ഞാൻ ഒരു 5 years ബാക്കാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് കാരണം ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അടിപൊളി. ഇവിടെ എവിടെയാണ് പണ്ട് ഞാൻ താമസിച്ചിട്ടുണ്ടാവുന്നത്. ഇതായിരിക്കണം വഴി. അപ്പോൾ നിങ്ങൾ രാമേശ്വരം വരുമ്പോൾ ബോട്ടിങ്ങിന് ഈ വഴിക്കാണ് ആക്ച്വലി വരേണ്ടത്. ഈ വഴിക്കാണ് ബോട്ട് ഹൗസിൻ്റെ അവിടേക്ക് ഉള്ള യാത്ര. ഒക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് ആൾക്കാർ താമസിക്കുന്നതൊക്കെ. അത്ര ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് അവിടെ ഉള്ള സ്പേസ് കംപ്ലീറ്റ് ആൾക്കാർ യൂട്ടിലൈസ് ചെയ്തേക്കാണ്. അമ്പലത്തിൻ്റെ പ്രഭാവം അടിപൊളി. ഇങ്ങനെ കണ്ടു കേട്ടോ. വഴിയും ഒക്കെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ ഈ സറൗണ്ടിങ്സിലുള്ള ഭാഗമാണ്. ഇതിൻ്റെ ഉള്ളിലും നമുക്ക് ഹോട്ടൽ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അടിപൊളി. വലിയ വണ്ടി കൊണ്ട് വരുമ്പോഴാണ് പ്രശ്നം വരിക. നമുക്ക് അങ്ങനത്തെ വഴികളിൽ പാർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ തിരിക്കാനോ ഒക്കെ ഉള്ള ഒരു ഫെസിലിറ്റി ഇത്തിരി കുറവാണ്. അപ്പോൾ നമ്മൾ രാമേശ്വരം അമ്പലത്തിൻ്റെ പിൻഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരു ബോട്ട് യാത്ര നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ നമ്മൾ മാത്രമല്ല, ഇത് പബ്ലിക് ആയിട്ട് നമുക്ക് ബോട്ട് യാത്ര നടത്താവുന്നതാണ്. 100 രൂപയാണ് ഒരു ടിക്കറ്റിന് റേറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതോ കാണുന്ന ബോട്ടിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കടൽ യാത്രയാണ്, ബോട്ട് യാത്രയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് നമ്മുടെ ഫുൾ കണ്ടൻറ്റ് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറ്റും. ബോട്ടിലേക്ക് കയറാണ്. കണ്ടോ, ഇങ്ങനെയുള്ളൊരു വഴി കൂടെ നമ്മൾ നടന്ന് വേണം ബോട്ടിലേക്ക് കയറാൻ. അങ്ങനെ ചുറ്റും ബോട്ടുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കണ ഒരു കാഴ്ച നമുക്ക് കാണാം. പല പല ബോട്ടുകളാട്ടോ. ഫിഷിംഗ് ബോട്ട്സാണ് മോസ്റ്റ്ലി. അവിടെ രാമേശ്വരം അമ്പലം നമുക്ക് കാണാം. ബോട്ട് നമുക്ക് വേണ്ടി മാത്രം വെയിറ്റിങ്. ആൾക്കാരൊക്കെ ബോർഡ് ചെയ്ത് കഴിഞ്ഞു ആക്ച്വലി. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തെത്താറായി. ഇത് അത്യാവശ്യം നല്ല താഴ്ചയുള്ള സ്ഥലം കേട്ടോ. മീനുകളൊക്കെ കാണാം. മീനുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ബോട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ബോട്ട് യാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും
ബാക്കി ഉള്ളിൽ കയറിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ കയറിയിട്ട് ആദ്യം ഇറങ്ങി ഇവിടെ ഫ്രണ്ടിലിരിക്കാം, അവിടെ ഇരിക്കാം. ഇവിടെ ഇങ്ങനെ നമുക്ക് സൈഡ് സീറ്റിന് അടുത്തേ എന്നാ നമ്മുടെ കാർ അങ്ങ് ദൂരെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോട്ടിൽ കയറി. അപ്പോൾ ബോട്ട് ഏത് സമയം എടുക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ബോട്ടാണ്. സേഫ്റ്റി ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അറിയില്ല എത്രത്തോളം വർക്ക്ഫുള്ളാവും ഒക്കെ. അങ്ങനെ നമ്മുടെ ബോട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്താ പറയുക, ബോട്ട് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടിയിട്ടുള്ളത്. ഈ കാഴ്ചകൾ, ഈ രാമേശ്വരം അമ്പലത്തിൻ്റെ ഭാഗം, ആ വാച്ച് ടവറും, അതുപോലെ തന്നെ ആയിരക്കണക്കിന് ബോട്ടുകൾ, മത്സ്യബന്ധന ബോട്ടുകളാണിത് മൊത്തം. ഈ ബോട്ടുകൾ മുഴുവൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. പാർക്ക് ചെയ്യുക എന്നല്ല, നങ്കൂരായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ശരിക്കും നമ്മൾ വന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം വളരെ ചെറുതായിട്ടാണല്ലോ കാണാറ്. നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു എത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളിയാണ് ഈ ഒരു ബോട്ട് യാത്ര. രാമേശ്വരം വരുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ബോട്ട് യാത്ര ചെയ്തിരിക്കണം. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയ ഒരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബോട്ട് യാത്രയാണത്. അരമണിക്കൂറിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഏത് സൈഡിലാണ് ഇരിക്കണതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഇരുന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ധനുഷ്കോടിയുടെ ഒരു വാച്ച് ടവറും ആ ഒരു തീരം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ചു വരുന്ന സമയത്ത് രാമേശ്വരം സിറ്റിയുടെ അല്ലെങ്കിൽ രാമേശ്വരം ടൗണിൻ്റെ ആ ഒരു ഭാഗമായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. എനിക്ക് എന്തോ തിരിച്ചു വരുമ്പോഴുള്ള ഈ ഒരു കാഴ്ച മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടി അത്രയ്ക്കും ദൂരെ നമുക്ക് ചെറിയതായിട്ട് കാണുന്നൊരു സംഭവമാണ്. ഈവൻ നമ്മുടെ ക്യാമറയിൽ പോലും സൂം ചെയ്ത ക്വാളിറ്റി ഇല്ലാത്ത പോലെ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഭാഗമാണ്. ഇത് കണ്ടില്ലേ, ഹെവി ഫോട്ടോസ് എടുത്ത് നമുക്ക് മരിക്കാം. അമ്മാതിരി എന്താ പറയുക വിഷ്വൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ ഒരു ബോട്ട് കിടക്കുന്നതിൻ്റെ തന്നെ ഞാനൊരു 5-6 ഫോട്ടോസ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ബോട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് തിരിച്ച് നമ്മുടെ യാർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്നൊരു യാത്രയാണിത്. അപ്പോൾ ഈ രാമേശ്വരം അമ്പലത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമുക്ക് അതിന് നല്ലൊരു വിസിബിലിറ്റി ഈ ബോട്ട് യാത്രയിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു കവാടവും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും.
ബോട്ട് യാത്ര കഴിഞ്ഞതേ കരയ്ക്ക് നമ്മളെടുത്തു തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ എംപ്ലോയീസിൻ്റെ ആൾക്കാരൊക്കെ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അതിനെ പിടിച്ച് കയറ് വെച്ച് ബോട്ടിനെ കെട്ടി നിർത്താനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡാണ് ബോട്ട്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇതിനകത്തില്ല, നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ബോട്ടിനകത്ത് വന്നപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് മാസ്ക് ഒക്കെ ഇട്ടിട്ടാട്ടോ. കയറൊക്കെ ഇട്ട് കെട്ടിയാണ്. ഇനി ഇതിൽ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാലം അതങ്ങനെ തന്നെ പൊക്കിയെടുത്ത് ഈ ബോട്ടിൻ്റെ മുകളിലേക്ക് എടുത്തിടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് അത്യാവശ്യം നല്ല ഹെവി വെയിറ്റുള്ള സാധനമാണ്. അത് ഇരുമ്പോണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് രണ്ടാളും കൂടിയിട്ടാണ് ആ സാധനം പൊക്കിയെടുത്തിട്ട് നേരെ ബോട്ടിലേക്ക് എടുത്ത് ആൾക്കാർക്ക് വഴിവെക്കും. എന്തായാലും നല്ല എഫേർട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബോട്ട് യാത്ര എന്നത്തെ? അപ്പോൾ രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ അമ്പലം മാത്രമല്ല, നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ട് യാത്രയുണ്ട്, അതുപോലെ തന്നെ ധനുഷ്കോടി പോകൽ, അങ്ങനെ പിന്നെ ഒരുപാട് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇങ്ങനെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് സമയമെടുത്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് 2 ദിവസം നിന്നു. 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് കംപ്ലീറ്റ്ലി കണ്ട് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ബോട്ട് യാത്ര ആരും മിസ് ചെയ്യരുത്. സൂപ്പർബാണ്. രാമേശ്വരം അമ്പലത്തിൻ്റെ ഒരു കിടുക്കാച്ച് വ്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രാവൽ സീരീസ്, അതായത് രാമേശ്വരം ട്രാവൽ സീരീസ് ഇവിടെ എൻ്റെ ആവുകയാണ്. 2 days ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി വരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തോളൂ കേട്ടോ. ബൈ.